ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ബീഫ് കട്ട്ലേറ്റ് ആണ്. അപ്പോൾ അതിലേക്ക് വേണ്ടത് പുഴുങ്ങിയ ഉരുളൻകിഴങ്ങ്, പിന്നെ ബീഫ്, അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഒരു ഗ്ലാസ് വെള്ളം. എന്നിട്ട് നന്നായി കുഴച്ചിട്ട് അത് വിസിലടിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് സവാള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് അരിഞ്ഞത്, മല്ലിച്ചപ്പ് ഒക്കെ കേട്ടോ. ഇനി നമുക്ക് ആ ബീഫിൽ കുറേ നെയ്യ് ഉണ്ടായിരുന്നു. ആ നെയ്യ് എടുത്തിട്ട് നമുക്കൊന്നത് ഉരുക്കിയെടുക്കാം. എന്നിട്ട് ആ നെയ്യിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ടിട്ട് ഇളക്കാം കേട്ടോ. ഇനി അതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ചേർത്ത് നന്നായി ഇളക്കാം. പിന്നെ കുരുമുളക് പൊടി ഇടാം, മഞ്ഞൾപ്പൊടി ഇടാം, ഗരം മസാലപ്പൊടി ഇടാം, ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കുക കേട്ടോ. ഇനി നമുക്ക് മല്ലിച്ചപ്പുണ്ട്, അതും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ ബീഫ് നമുക്ക് ഒന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ, വേവിച്ച ബീഫ്. ഇനി അതും കൂടെ ചേർത്ത്, പൊടിച്ച ബീഫും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഡ്രൈ ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് പുഴുങ്ങിയ ഉരുളൻകിഴങ്ങ് ഉടച്ചിട്ട് അതും കൂടെ ചേർത്ത് നന്നായി ഇളക്കുക കേട്ടോ. ഒരു മാവ് പരുവായിട്ടുണ്ടാവും. ഇനി നമുക്കത് ഉരുട്ടി കട്ട്ലേറ്റിന് ഇഷ്ടമുള്ള ഷേപ്പാക്കിയിട്ട് എടുക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ഇനി നമുക്ക് കുരുമുളകും ഉപ്പും ഇട്ട് അടിച്ച് വെച്ചിട്ടുള്ള കോഴിമുട്ടയിൽ നമുക്കിത് ഈ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കട്ട്ലേറ്റ് മുക്കാം കേട്ടോ. ഇനി അത് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ചൂടുള്ള വെളിച്ചെണ്ണയിൽ വറുത്ത് പോരാ കേട്ടോ. ഇത് നമുക്ക് മയോണൈസിൻ്റെ കൂടെ സോസിൻ്റെ കൂടെ കൂട്ടിയിട്ട് സൂപ്പറായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഒന്നുകൂടി പറയണേ, എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ. എല്ലാവർക്കും റംദാൻ കരീം.